ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആദ്യം തന്നെ പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ വന്നു നിന്ന് സാക്ഷ്യം പറയുവാൻ അയോഗ്യയും പാപിയുമായ എനിക്ക് അവസരം തന്നതിന് ഈശോയ്ക്കും അമ്മയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു. എൻ്റെ പേര് രശ്മി തോമസ്. ഞാൻ വാകത്താനം കുറുമ്പനാട് ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഒരു കോളേജിൽ പഠിപ്പിക്കുകയാണ്. എൻ്റെ ആദ്യത്തെ സാക്ഷ്യം, എനിക്ക് ഒരുപാട് സാക്ഷ്യങ്ങൾ പറയാനുണ്ട്. എൻ്റെ ഹസ്ബൻഡ്, മക്കൾ, എൻ്റെ സഹോദരങ്ങളെക്കുറിച്ചെല്ലാം ഉള്ളതുണ്ട്. പക്ഷെ അവരാരും ഇല്ലാത്തതുകൊണ്ട് അതൊന്നും ഇപ്പോൾ പറയുന്നില്ല. എനിക്ക് ആദ്യമായിട്ട് എൻ്റെ സാക്ഷ്യം പറയാനുള്ളത്, എനിക്കൊരു കഴിഞ്ഞ 27 വർഷമായിട്ട് അതികഠിനമായ നടുവേദനയായിരുന്നു. വെരിക്കോസ് വെയിന്, സയാറ്റിക്ക, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പം ഞാൻ ആയുർവേദം, അലോപ്പതി, ഹോമിയോപ്പതി, നാച്ചുറോപ്പതി അങ്ങനെ എല്ലാ ട്രീറ്റ്മെൻറ്റുകളും എടുത്തിട്ടുണ്ട്. സ്ക്ലിറോട്ടൈസിങ് തെറാപ്പി എടുത്തു. അപ്പോൾ ഇതൊക്കെ ചെയ്തെങ്കിലും ഒരിക്കൽ പോലും വേദനയ്ക്ക് ശമനം ഉണ്ടായിട്ടില്ല. അപ്പം നമുക്കറിയാം, ആ സർജറി ചെയ്താൽ അത് ഒരു ലോങ് ടൈം, അത് കുറച്ച് സമയത്തേക്ക് മാത്രമേ ഉള്ളൂ അതിനൊരു എഫക്റ്റ് ഉള്ളൂ. പിന്നെ വീണ്ടും അത് വരും. അപ്പം ഞാൻ വിചാരിച്ചു, ദൈവമേ, ഇനിയിപ്പം നമുക്ക് ഇതൊരിക്കലും നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറില്ല. ഈ വേദനയായിട്ടാണ് എനിക്ക് ജീവിക്കാനായിരിക്കും എനിക്ക് ദൈവം തന്ന ഒരു സഹനമായിരിക്കും. അപ്പം ഞാനത് അങ്ങനെ ജീവിക്കാം, അങ്ങനെ വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ എൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നാൽ ചിലപ്പോൾ നമ്മൾ ഫുൾ ടൈം ഇരുന്ന് ചെയ്യുന്ന ജോലിയായിരിക്കും, കണ്ടിന്യൂസ് ഇരിക്കുമായിരിക്കും, ഒരു 8 hours. അപ്പം അതിഭയങ്കരമായ വേദനയാണ്. അല്ലെങ്കിൽ നമ്മൾ ക്ലിനിക്കിലാണെങ്കിൽ നമ്മൾ സ്റ്റുഡൻസിൻ്റെ കൂടെ ആയിരിക്കുമ്പം ഒരു മുഴുവൻ സമയം അവരുടെ കൂടെ ആയിരിക്കും, നടക്കുകയായിരിക്കും. എന്നാലും ഭയങ്കര വേദനയാണ്, എന്ത് ചെയ്താലും വേദനയാണ്. അപ്പോൾ വീട്ടിൽ വന്നു കഴിഞ്ഞ് കുറേ അധികം നേരം ഈ വേദന സഹിക്കാൻ വയ്യാതെ കരഞ്ഞിട്ടാണ് ഞാൻ പിന്നെ എൻ്റെ ജോലിയൊക്കെ ചെയ്യാനായിട്ട് പോകുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ നാട്ടിൽ തിരിച്ചു വന്നു. ഞാനൊരു കുറച്ച് വർഷം, 10 വർഷത്തോളം ഞാൻ ഒമാനിലാണ് ജോലി ചെയ്തത്. പിന്നെ നാട്ടിൽ തിരിച്ചു വന്ന് ഞാനിങ്ങനെ ഒരു യൂട്യൂബിൽ ഇത് കാണുമ്പോഴാണ് ഞാൻ കൃപാസനത്തെക്കുറിച്ച് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അപ്പോഴേ ഞാൻ ഈ വാക്ക് ഇതിനു മുമ്പ് ഞാൻ ഒമാനിലായിരിക്കുമ്പോൾ ഞങ്ങൾക്ക് അവിടെ പള്ളിയില്ല. അപ്പം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുകയാണ് ചെയ്യാറ്. അപ്പം ഞാനൊരു 1000 ജപമാല അങ്ങനെ ചൊല്ലി ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് നമുക്ക് കുർബാനയ്ക്കൊന്നും പോകാനില്ലാത്തതുകൊണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ മനസ്സിലിങ്ങനെ ഒരു പാട്ട് പോലെ വരികയാണ്, കൃപാസനത്തിൽ വന്ന് നിൽക്കുവാൻ കൃപയേകണേ എൻ്റെ ഈശോ. ഞാനതിങ്ങനെ കണ്ടിന്യൂസ് പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കും. അപ്പം നാട്ടിൽ വന്ന് തിരിച്ചു വന്നു. അപ്പോൾ ഈ കൃപാസനം എന്ന് കേട്ടപ്പോൾ പെട്ടെന്ന് എനിക്കത് സ്ട്രൈക്ക് ചെയ്തു. അപ്പം ഞാൻ നോക്കി, അപ്പോൾ ആലപ്പുഴയിലാണ്. ആലപ്പുഴ, കോട്ടയത്താണെങ്കിലും എനിക്കതൊരു വലിയൊരു ദൂരം പോലെയാണ്. കാരണം ഞാൻ ബസ്സിലൊന്ന് കയറിയ ഉടനെ എനിക്ക് മനം മറിയും, അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന്. അപ്പോൾ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് വന്നത് നമുക്കത് പുതുക്കണമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്കങ്ങനെ വരാൻ പറ്റത്തില്ല, ഞാൻ എന്ത് ചെയ്യുമെന്ന് അങ്ങനെ ഓർത്തു. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ വീണ്ടും എൻ്റെ മോളിങ്ങനെ പറയുവാണ്, അമ്മ നമുക്ക് പോയി ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞപ്പം ഞങ്ങൾ കുടുംബമായിട്ട് ഇവിടെ വന്നു ഉടമ്പടി എടുത്ത് അപ്പോൾ അന്ന് മുതൽ തന്നെ എനിക്കറിയാം അമ്മയുടെ സജീവമായ ഒരു സാന്നിധ്യം ഞങ്ങളോടും എൻ്റെ കുടുംബത്തോടും കൂടെ ഉണ്ടായിരുന്നു. എനിക്ക് ഉടനെ തന്നെ എൻ്റെ ഈ നടുവേദന, ഞാനിങ്ങനെ അച്ഛൻ്റെ ധ്യാനം, അപ്പം വളരെ കൃത്യമായിട്ട് ഞാൻ അച്ഛൻ്റെ ധ്യാനം കൂടാൻ തുടങ്ങി. വീടൊക്കെ അടിച്ച് വൃത്തിയാക്കി പള്ളിയിൽ ഇരുന്ന് ധ്യാനം കൂടുന്ന പോലെ തന്നെ ഞാൻ ചൊവ്വാഴ്ചത്തെ ധ്യാനം കൂടുമായിരുന്നു. അപ്പോൾ ഇങ്ങനെ ചൊവ്വാഴ്ച ഒരു ദിവസം ഒരു വിതിൻ 3 months ഉള്ളിൽ തന്നെ ഒരു ചൊവ്വാഴ്ച ഇങ്ങനെ ധ്യാനം കൂടുമ്പോൾ എനിക്ക് വേദന കലശലായിട്ട് ഭയങ്കര സഹിക്കാൻ മേലാത്ത വന്നു. അപ്പം ഞാൻ പിന്നെ പിറ്റേ ദിവസം ചൊവ്വാഴ്ച മുഴുവൻ വേദനയാണ്. ബുധനാഴ്ച രാവിലെ പള്ളിയിൽ പോകുന്നു. തിരിച്ചു വന്നു കഴിയുമ്പം ആ വേദനയൊന്ന് കുറഞ്ഞു. പിന്നെ അടുത്ത ചൊവ്വാഴ്ച ധ്യാനം കൂടി കഴിയുമ്പോൾ വീണ്ടും വേദന ഭയങ്കര കൂടി. അപ്പോൾ ഞാൻ വിചാരിച്ചു, ദൈവമേ, ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ? ഞാൻ ഈ ധ്യാനം കൂടുന്നതുകൊണ്ടായിരിക്കുമോ? എൻ്റെ എന്തെങ്കിലും കുഴപ്പമാണോ? വീണ്ടും ഭയങ്കരമായിട്ട് വേദന, സഹിക്കാൻ വയ്യാത്ത വേദനയാവുന്നു. വീണ്ടും അത് ബുധനാഴ്ച പള്ളിയിലൊക്കെ പോയി തിരിച്ചു വന്നു കഴിയുമ്പോൾ വേദന കഴിയുന്നു. അപ്പം 3ാമത്തെ ചൊവ്വാഴ്ച ആയപ്പോഴും ഇത് തന്നെ സംഭവിച്ചു. അപ്പം എൻ്റെ കാല് തളർന്നു പോകുന്നത് പോലെ ഞാൻ കിടന്നു. 2ാമത്തെ ചൊവ്വാഴ്ച തന്നെ എനിക്ക് സഹിക്കാൻ വയ്യാതെ, കാലനക്കാൻ വയ്യാത്ത രീതിയിൽ ഞാൻ കട്ടിലേക്ക് കിടക്കുന്ന രീതിയിലായി. എങ്കിലും നമ്മൾ ഒറ്റയ്ക്കേ ഉള്ളൂ, മോള് സ്കൂളിൽ പോകുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യ കാര്യങ്ങൾ വീട്ടിലെല്ലാം ചെയ്യും. ഞാൻ എന്നിട്ട് കാലനങ്ങാതെ കിടക്കുവാണ്. 3ാമത്തെ ചൊവ്വാഴ്ച ആയപ്പം എഴുന്നേറ്റ് വാഷ്റൂമിൽ പോലും എനിക്ക് പോകാൻ വയ്യാത്ത അത്രയും വേദനയായി. ഞാനപ്പം നിലത്തൂടെ ഇഴഞ്ഞാണ് വാഷ്റൂമിലേക്ക് പോകുന്നത്. അപ്പോൾ ഒരു 6 മണിയൊക്കെ ആയപ്പോഴത്തേക്കും എനിക്ക് തോന്നി ഇനി എൻ്റെ കാല് ഒരിക്കലും എനിക്കിനി മൂവ് ചെയ്യത്തില്ല, എൻ്റെ കാല് തളർന്നു പോവുകയാണെന്ന് എനിക്ക് മനസ്സിലായി. കാല് അനക്കത്തില്ല, അത്ര ഭയങ്കരമായ വേദന. ഒരു 6 മണിയായപ്പം വേദന സഹിക്കാൻ വയ്യ. ഞാൻ ഹസ്ബൻഡിനെ വിളിച്ചു, എനിക്ക് വേദന സഹിക്കാൻ വയ്യ എന്ന് പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡ് ഒന്ന് ട്രിവാൻഡ്രത്താണ്. അപ്പോൾ ഹസ്ബൻഡ് വരുന്നു, ഞാൻ വരാം, നമുക്ക് ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞു. ഒരു 11 മണിയൊക്കെ ആയപ്പോൾ രാത്രി ഹസ്ബൻഡ് വന്നു.
അപ്പോൾ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു നമുക്ക് ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഇന്നിപ്പോൾ ഇത്രയും വൈകിയില്ല, ഇനി ചെന്നാലും നമുക്ക് നല്ല ഡോക്ടേഴ്സിനെ ഒന്നും കാണുമെന്ന് അറിയത്തില്ല, നമുക്ക് നാളെ രാവിലെ പോകാമെന്ന് പറഞ്ഞു. പെട്ടെന്നാണ് ഞാൻ മനസ്സിൽ ഓർക്കുന്നത്, ദൈവമേ എൻ്റെ കയ്യിൽ ഉടമ്പടി വസ്തുക്കളുണ്ട്, ഞാനിത് പല പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്, എൻ്റെ മക്കൾക്ക് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അത്ഭുതകരമായിട്ട് അമ്മ ഇടപെടുന്നത് മനസ്സിലായിട്ടുണ്ട്. കുഞ്ഞുങ്ങൾക്കൊക്കെ വിശ്വാസമാണത്. പക്ഷെ ഞാൻ എനിക്ക് വേണ്ടി എന്തുകൊണ്ട് അത് ഉപയോഗിച്ചില്ല എന്ന് ഞാൻ പെട്ടെന്ന് ആലോചിച്ചു. അപ്പം ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു എനിക്ക് തൈലവും ഉപ്പും ഒക്കെ ഒന്ന് എടുത്തുകൊണ്ട് തരാമോ എന്ന് ചോദിച്ചു. ഞാൻ പെട്ടെന്ന് തൈലം പുരട്ടി പ്രാർത്ഥിച്ചു, ഉപ്പ് കഴിച്ചു. അമ്മയുടെ കാശുരൂപ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ട്. അതില്ലാതെ ഞാൻ ഒരിക്കലും ഒരിടത്ത് പോലും വീടിന് പുറത്തിറങ്ങാറില്ല. കാശുരൂപ എടുത്ത് കൈ പിടിച്ചു, ജപമാല എടുത്ത് കൈ പിടിച്ചു, ഞാൻ കൊന്ത ചൊല്ലിക്കൊണ്ടിരുന്നു. രാത്രി മുഴുവൻ ഞാൻ വേദന സഹിക്കാൻ വയ്യാതെ ഇടയ്ക്കിടയ്ക്ക് എഴുന്നേൽക്കുന്നുണ്ട്. അപ്പോഴല്ലേ എൻ്റെ കയ്യിൽ ഈ കാശുരൂപമുണ്ട്, കൊന്തയോ ജപമാലയുണ്ട്, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. പിറ്റേ ദിവസം ബുധനാഴ്ചയാണ്. വീണ്ടും രാവിലെ എഴുന്നേറ്റു, പള്ളിയിൽ പോകാമെന്ന് ഒരു ചെറിയ കയറ്റമുണ്ട് ഞാൻ താമസിക്കുന്നിടത്ത്. കാലിങ്ങനെ വലിഞ്ഞ ഞാൻ പോയി. അപ്പം ഞാൻ ഓർത്ത് ഇന്നും കൂടെ ഉള്ളൂ എനിക്ക് പള്ളിയിൽ പോകാൻ പറ്റുള്ളായിരിക്കും, നാളെ മുതൽ ഞാൻ തളർന്ന് കിടക്കുമല്ലേ, അപ്പോൾ ഇന്നൂടെ ഒന്ന് പള്ളിയിൽ പോയേക്കാമെന്ന് വിചാരിച്ച് പള്ളിയിൽ പോയി തിരിച്ചു വന്നു. അപ്പം തിരിച്ചു വന്ന് അന്ന് ഓടെ എൻ്റെ നടുവേദന മാറി, എൻ്റെ കാല് പൂർണ്ണമായിട്ട് സുഖപ്പെട്ടു. ഇന്ന് 4 വർഷമായി. പിന്നെ ഒരിക്കൽ പോലും ഒരു വേദന എനിക്ക് ഉണ്ടായിട്ടില്ല, ഞാൻ ഒരു മരുന്ന് കഴിച്ചിട്ടില്ല. എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞ ഒരു ഏകദേശം 27 വർഷമായിട്ട് ഈ വേദനയില്ലാത്ത ഒരു ദിവസം പോലും എനിക്ക് ഉണ്ടായിട്ടില്ലാത്തതാണ്. അതാണ് എനിക്ക് സംഭവിച്ച ഒരു പ്രധാനപ്പെട്ട ഒരു സാക്ഷ്യം പറയാനുള്ളത്. അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞു, ഞാൻ ഒമാനിലായിരുന്നു, ഒരു കോളേജിലായിരുന്നു. ഇപ്പോൾ തിരിച്ചു വന്നിട്ട് ഒരു 7 വർഷമായി. അപ്പം ഞങ്ങളൊരു വീടിന് വേണ്ടിയിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ 10-30 വർഷത്തോളം നമ്മൾ നാട്ടിൽ നിന്നൊക്കെ പോയതുകൊണ്ട് തിരിച്ചു വന്നപ്പോൾ നമുക്ക് എല്ലാം മാറി, സിസ്റ്റമൊക്കെ എല്ലാം ഡിഫറെൻ്റ് ആയിട്ട് തോന്നി. അപ്പം ഞങ്ങളോർത്ത് ഞങ്ങളെക്കൊണ്ട് ഇനി തന്നെ ഒരു വീടൊക്കെ പണിയുന്ന കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു ഉടമ്പടിയിൽ, അമ്മയെ ഒരു നല്ലൊരു വീട് പണിതത് ഞങ്ങൾക്ക് കിട്ടണേ എന്ന് പ്രാർത്ഥിച്ചു. പക്ഷെ അത് കുറച്ച് പഴയതാവരുത്, വിൽക്കാൻ പണിതാവരുത്, അങ്ങനെയൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ തന്നെ ഒരു വീട് ഞങ്ങൾക്ക് മാതാവ് അനുഗ്രഹിച്ചു. അപ്പോൾ ഈ വീട്ടിലേക്ക് ഞങ്ങൾ ട്രാൻസ്ഫർ ചെയ്യുവാണ്. ഇപ്പോൾ ട്രാൻസ്ഫർ ചെയ്യുന്ന വഴിയിൽ, അപ്പോൾ അതിന് തൊട്ട് മുമ്പ് ഒരു 2 ദിവസം മുമ്പ് ഞാൻ മാതാവിനോട് പറഞ്ഞു, നമ്മൾ പെട്ടെന്നാണ് വീട് ട്രാൻസ്ഫർ ചെയ്യേണ്ടി വന്നത്. അപ്പോൾ 2 ദിവസം മുമ്പ് ഞാൻ മാതാവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, അമ്മേ ഞാനിപ്പോൾ വീടൊക്കെ ആയി കുറച്ച് സെറ്റിലാവുകയാണ്, ഒരു സ്ഥലത്തൊക്കെ ആവുകയാണ്. അപ്പോൾ എനിക്കൊരു ജോലി കിട്ടിയിരുന്നത് നന്നായിരുന്നു. 7 വർഷമായി ജോലി ഇല്ലാതിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡും തിരിച്ചു വന്നു, ഞങ്ങൾ 2 പേരും ഉണ്ട് വീട്ടിൽ. അപ്പം ഞാനിങ്ങനെ മാതാവിനോട് പറഞ്ഞു, ഒരു ജോലി തരികയാണെങ്കിൽ നന്നായിരുന്നു. 2 ദിവസമേ പറഞ്ഞുള്ളൂ. നമുക്കറിയില്ല, എൻ്റെ കൂട്ടത്തിലുള്ളവരൊന്നും ഇപ്പോൾ ആരും നാട്ടിലില്ല, ആരും പരിചയക്കാരില്ല, എവിടെയാണ് കോൺടാക്റ്റ് ചെയ്യേണ്ടത് ഒന്നും അറിയത്തില്ല. പെട്ടെന്ന് എന്നെ ഒരാൾ വിളിക്കുകയാണ്. ആ ഒരു സെക്കൻഡ് ഡേയിൽ ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ ഇങ്ങനെ, രശ്മിയല്ലേ, ഇങ്ങനെ കോളേജിൽ ഇവിടെ ഒരിടത്ത് ജോയിൻ ചെയ്യാൻ പ്ലാൻ ഉണ്ടോ എന്നും ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് സന്തോഷമാണ്, പ്ലാൻ ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ ജോലിക്ക് പോയി വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സാഹചര്യമാണ് ഞാൻ ജോലി ചെയ്തതും ഇപ്പോഴും തമ്മിൽ. പക്ഷേ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പുതിയതായിട്ട് അവിടുന്ന് പഠിക്കാൻ പറ്റി, ഒരുപാട് പേരെ സഹായിച്ചു. അങ്ങനെ പക്ഷെ കുറച്ച് ദൂരമുണ്ടായിരുന്നു എനിക്ക്. പക്ഷെ ഞാൻ ജോലിക്ക് പോകുമ്പോൾ 2 കാര്യങ്ങൾ ഞാൻ മാതാവിനോട് പറഞ്ഞിരുന്നു. എൻ്റെ അമ്മേ, എനിക്ക് എൻ്റെ ഉടമ്പടി ജീവിതം കണ്ടിന്യൂ ചെയ്യാൻ പറ്റണം. എനിക്ക് ജോലി വേണോ ഉടമ്പടി വേണോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഉടമ്പടി മതിയെന്ന് ഞാൻ പറഞ്ഞിരുന്നു. പിന്നെ എനിക്ക് സന്തോഷമായിട്ട് അവിടുന്ന് ജോലിയിൽ നിന്ന് തിരിച്ചു പോരാൻ ഒക്കണേ എന്ന് പ്രാർത്ഥിച്ചിരുന്നു. ഇത് 2ഉം പരിശുദ്ധ അമ്മ എനിക്ക് സാധിച്ചു തന്നു. പക്ഷെ കുറച്ച് ദൂരം കൂടുതലുണ്ട്. അപ്പം എനിക്ക് അവിടെയൊക്കെ ബസ്സിനധികം സൗകര്യമില്ല എൻ്റെ വീട്ടിൽ നിന്ന്. പക്ഷേ എനിക്ക് ഡ്രൈവിംഗ് അറിയാം. ഒരു 25 വർഷം മുമ്പ് ഞാൻ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തതാണ്. പക്ഷേ ഇന്ന് വരെ ഞാൻ വണ്ടി ഓടിച്ചിട്ടില്ല. ഞാൻ 2-3 സ്ഥലത്ത് ഡ്രൈവിംഗ് പഠിക്കാനായിട്ട് പോയി. അപ്പോഴെല്ലാം എനിക്ക് പേടിയാണ് വണ്ടി ഓടിക്കാനായിട്ട്. ഞാനത് ഇടയ്ക്ക് വെച്ച് നിർത്തി വയ്ക്കും, വണ്ടി എടുക്കത്തില്ല. അങ്ങനത്തെ ഒരു വലിയ ബുദ്ധിമുട്ട് എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഇവിടെ വന്ന് ഞാൻ ഉടമ്പടിയിൽ മാതാവിനോട് പറഞ്ഞു, അമ്മ എനിക്ക് വണ്ടി ഓടിക്കണം, അല്ലാതെ പറ്റത്തില്ല. കാരണം എന്നെ ഹസ്ബൻഡ് കൊണ്ടുവിടണം, തിരിച്ചു കൊണ്ടുവരണം, വീണ്ടും വൈകുന്നേരം വരണം പോകണം. അത് വലിയ ബുദ്ധിമുട്ടായി തീർന്നു. അപ്പോഴത്തേക്കും ഞാനിങ്ങനെ പറഞ്ഞു. ഉടമ്പടിയിൽ വെച്ചിട്ട് ഞാൻ വീട്ടിൽ ചെന്നു. അതിൻ്റെ പിറ്റേ ദിവസം രാവിലെ എനിക്കൊരു കോള് വന്നു. ഇങ്ങനെ സംസാരിച്ചപ്പം ചോദിച്ചു, ഇങ്ങനെ വണ്ടി ഓടിക്കുന്ന കാര്യം ചോദിച്ചു. അപ്പോൾ പുള്ളിക്കാരിക്കും ഇങ്ങനെ വണ്ടി ഓടിക്കാനായിട്ട് പേടിയാണ്. പക്ഷേ ഇവിടെ തൊട്ടടുത്ത് ഒരാളുണ്ട് പഠിപ്പിക്കുന്ന, രശ്മി ഒന്ന് ചോദിച്ചു നോക്കൂ എന്ന് പറഞ്ഞു.
അപ്പോൾ എൻ്റെ വീടിന് തൊട്ട് താഴെയുള്ളൊരു മനുഷ്യനാണ്. അദ്ദേഹം വന്നു, എന്നെ കൊണ്ട് വണ്ടി എടുപ്പിച്ചു. ഞാൻ അന്ന് തന്നെ വണ്ടി ഓടിക്കാൻ തുടങ്ങി. എൻ്റെ ആ ഒരു പേടി എനിക്ക് കംപ്ലീറ്റ് മാറി. അന്ന് ഞാൻ അമ്മയോട് ഉടമ്പടിയിൽ പറഞ്ഞിരുന്നു, അമ്മ എനിക്ക് ആദ്യമായിട്ട് കോട്ടയത്ത് നിന്ന് ഇവിടം വരെ വണ്ടി ഓടിച്ച് വരാൻ പറ്റണമെന്ന്. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് കോട്ടയത്ത് നിന്ന് ആലപ്പുഴ വരെ വണ്ടി ഓടിച്ച് വന്നു. ഞാനിപ്പോൾ തന്നെ വണ്ടി ഓടിച്ച് ജോലിക്ക് പോകുന്നുണ്ട്. പിന്നെ ഒരു 2 വർഷത്തോളം ഞാൻ അവിടെ ജോലി ചെയ്തു. അപ്പോൾ ഞങ്ങൾ വീട് ട്രാൻസ്ഫർ ആയെന്ന് ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ കുറച്ച് ഡിസ്റ്റൻസ് കൂടുതലുണ്ട്. അപ്പം ഞാൻ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചു, അമ്മേ എനിക്ക് കുറച്ചുകൂടെ അടുത്ത് ഒരു ജോലി കിട്ടിയിരുന്നത് നന്നായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഏജിലുള്ളവരൊക്കെ റിട്ടയർമെൻറ്റൊക്കെ ആയി, നമുക്കൊരു പുതിയ ജോലി കിട്ടുന്നത് ഇനി ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്നറിയാം. എങ്കിലും ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു, എനിക്ക് അടുത്തെവിടെയെങ്കിലും ഒരു ജോലി കിട്ടിയിരുന്നത് നന്നായിരുന്നു എന്ന്. ഞാൻ അവിടെ എനിക്ക് കുറച്ച് സമയത്തിൻ്റെയൊക്കെ ബുദ്ധിമുട്ട് കൊണ്ട് ഞാൻ അവിടെ റെസിഗ്നേഷൻ ഇട്ടിരുന്നു. റെസിഗ്നേഷൻ ഇട്ടി 1 മന്ത് നോട്ടീസ് നമ്മൾ കൊടുക്കുന്നു. അപ്പോൾ ആ 1 മന്ത് തീരുന്നതിന് ഒരാഴ്ച മുമ്പ് എനിക്ക് വേറെ തൊട്ടടുത്തുനിന്ന് ഒരു കോള് വരികയാണ്, ചോദിക്കുകയാണ്, രശ്മി ജോലിക്ക് വരുന്നു. 2 സ്ഥലത്ത് ഇങ്ങനെ പറഞ്ഞു. പക്ഷേ എനിക്ക് തൊട്ടടുത്തൊരു സ്ഥലത്ത് ഒരു വിതിൻ ഒരു 1 or 2 ഡേയ്സിനുള്ളിൽ തന്നെ, അല്ലെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ ഞാൻ ജോലിക്ക് അടുത്ത സ്ഥലത്ത്, എൻ്റെ വീടിന് തൊട്ടടുത്തൊരു സ്ഥലത്ത് ഇപ്പം ഞാൻ മിനിഞ്ഞാന്ന് ജോലിക്ക് കയറി. അങ്ങനെ ഒരു ആഗ്രഹവും അതാവും സാധിച്ചു തന്നു. പിന്നെ എനിക്ക് യൂട്രൈൻ പ്രൊലാപ്സ് എന്ന് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഉടമ്പടി ധ്യാനത്തിൽ അച്ഛനിങ്ങനെ പറയുവാണ്, യൂട്രൈൻ പ്രൊലാപ്സ് ഉള്ളവർ വയറിൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അന്ന് മുതൽ ഇന്ന് വരെ പൂർണ്ണമായിട്ടും മാതാവ് എനിക്കത് മാറ്റിത്തന്നു. എനിക്ക് അങ്ങനെ യാതൊരു ബുദ്ധിമുട്ടുമില്ല. പിന്നെ ഇപ്പോൾ ഒരു 3 വർഷത്തോളമായി ഒരു ബുദ്ധിമുട്ടുമില്ല. പിന്നെ നമ്മുടെ കിണറ്റിൽ കുറച്ച് വെള്ളം വറ്റിപ്പോയി, വെള്ളമില്ലാത്ത ഒരു സാഹചര്യം വന്നു. അപ്പോൾ നമ്മൾ കിണർ കുത്തുന്നതിന് മുമ്പ് മാതാവിനോട് പ്രാർത്ഥിച്ചു. മാതാവ് ധാരാളം വെള്ളം തന്ന് അനുഗ്രഹിച്ചു. അങ്ങനെ ഒരുപാട് കാരുണ്യപ്രവൃത്തികൾ ഞാൻ പിന്നെ ഇങ്ങനെ ഉടമ്പടിയിൽ നമ്മൾ സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഇപ്പോൾ എല്ലാവരും പറയും മഴവില്ല് കാണുന്നുണ്ടോ. അപ്പം ഞാൻ ഓർക്കും, ദൈവമേ ഇനി ഞാൻ പാപിയായി എനിക്കത് അങ്ങനെയൊന്നും ചോദിക്കാനുള്ള യോഗ്യതയില്ല. എങ്കിലും ഞാൻ ചുമ്മാ ഞാനിങ്ങനെ ഒരു 2-3 ദിവസം മാതാവിനോട് എനിക്ക് മഴവില്ല് കണ്ടാവുന്ന കൊള്ളാവുന്നുണ്ട്. പക്ഷേ ഇത് ഭയങ്കര ചൂടുകാലം, കൊടിയ വേനൽക്കാലത്തിൻ്റെ സമയത്താണ്, എങ്ങനെയാണ് ഇപ്പം ഞാൻ മഴവില്ല് കാണുന്നത്, അതിനുള്ള ഒരു സാധ്യതയില്ലല്ലോ എന്ന് പറഞ്ഞു. പെട്ടെന്ന് ഞാനിങ്ങനെ കോളേജിലേക്ക് പോകുന്ന വഴിക്ക് ഞാൻ പെട്ടെന്ന് ഒരു ചെറിയ ഡിസ്റ്റൻസിൽ പെട്ടെന്ന് മഴ പെയ്യുകയാണ്, കൊച്ചൊരു മഴ പെയ്യുമ്പം എൻ്റെ എതിരെ വരുന്ന വണ്ടിയിൽ ഞാൻ മഴവില്ല് കണ്ടു, വണ്ടിയുടെ ഗ്ലാസ്സിൽ. അങ്ങനെ അമ്മ ആ ഒരു വലിയൊരാഗ്രഹം അതങ്ങനെ സാധിച്ചു തന്നു. പിന്നെ ഞാൻ ചെയ്ത ഞങ്ങൾ കാരുണ്യപ്രവൃത്തികളും പ്രേക്ഷിതപ്രവർത്തനവും പത്രം കൊടുക്കുന്നത്, ഞാൻ പത്രം റെയിൽവേ സ്റ്റേഷനിലാണ് കൊടുക്കുന്നത്. കാരണം എനിക്ക് സമയം തീരെ ഉണ്ടാവത്തില്ല. അപ്പം ഞാൻ ഓർക്കും, പിന്നെ അത് മാത്രമല്ല അവർ ധാരാളം സ്ഥലങ്ങളിലേക്ക് അത് കൊണ്ടുപോകും. അങ്ങനെ ഞാൻ പത്രം കൊടുക്കാറുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് ആദ്യകാലങ്ങളിൽ ഞാൻ ജോലിയില്ലായിരുന്ന സമയത്തെല്ലാം ഞാൻ കോട്ടയത്ത് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ, അവിടെ നമുക്കറിയാം അനാഥരായിട്ടുള്ള മനുഷ്യർ കിടക്കുന്ന ഒരു വാർഡുണ്ട്, ഡെസ്റ്റിറ്റ്യൂട്ട്സ്, അവർക്കാരുമില്ല. അപ്പം ഞാൻ അവരുടെ അടുത്ത് പോകും. അവർക്ക് ഭക്ഷണത്തിൻ്റെ ആവശ്യമില്ല, കാരണം അവിടെ ഒരുപാട് ഏജൻസികൾ അവിടെ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവർ ചിലർ ചോദിക്കും, അവരുടെ അടുത്ത് പോയിരുന്ന് സംസാരിക്കുമ്പോൾ അവർ ചോദിക്കും, ഒരു ചെരുപ്പ് വാങ്ങിച്ചു തരാമോ, അല്ലെങ്കിൽ ബിസ്ക്കറ്റ്, അങ്ങനെ അവർക്ക് തോർത്ത്, അവർക്ക് വേണ്ട അത്യാവശ്യം കാര്യങ്ങളാണ് ചെയ്യുക. ജോലിയായ പിന്നെ നമുക്ക് മറ്റു ചില രീതിയിലൊക്കെയുള്ള സഹായങ്ങൾ നമ്മുടെ അടുത്ത് ആവശ്യപ്പെടാവുന്നവർക്ക് സഹായം ചെയ്യുക, അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. ആത്മീയ ജീവിതം ഒരുപാട് ഉയർച്ചകൾ ദൈവം തന്നിട്ടുണ്ട്. എനിക്ക് മാത്രമല്ല, എൻ്റെ കുടുംബത്തിനും എൻ്റെ മക്കളെയും വിശ്വാസത്തിൽ വളരെയധികം ഉറപ്പിച്ചു. എൻ്റെ മോനാണെങ്കിലും എൻ്റെ ഹസ്ബൻഡാണെങ്കിലും അവരെല്ലാവരും ഉടമ്പടി എടുത്തിട്ടുണ്ട്. അങ്ങനെ നന്നായിട്ട് പരിശുദ്ധ അമ്മ മരണം വരെ ഈ ഉടമ്പടിയിൽ ജീവിക്കണം. പരിശുദ്ധ അമ്മയുടെ മക്കളായിട്ട്, കുടുംബമായിട്ട് ഈശോയുടെ പരിശുദ്ധ അമ്മയുടെ മക്കളെ, നമുക്ക് എന്തിനും പരിശുദ്ധ അമ്മയുണ്ട്. എന്നെ സംബന്ധിച്ചോളം ഒരു ചെറിയ കാര്യത്തിന് പോലും ഞാൻ ടെൻഷൻ അടിക്കും, ഞാൻ പെട്ടെന്ന് അപ്സെറ്റ് ആവുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ഇപ്പം നമുക്കറിയാം, നമ്മളൊന്നിനും വിഷമിക്കേണ്ട കാര്യമില്ല. നമുക്ക് സഹായത്തിന് പരിശുദ്ധ അമ്മയുണ്ട്, നമുക്ക് വേണ്ടി മാധ്യസ്ഥ അപേക്ഷിക്കാൻ ഈശോയുണ്ട്. നിങ്ങളിപ്പോൾ കണ്ടു കുറേ കുഞ്ഞുങ്ങൾ, അവർക്ക് ഭയങ്കര ടെൻഷനാണ്, പ്രത്യേകിച്ച് ഫസ്റ്റ് ഇയറിലൊക്കെ. അപ്പോൾ അവർക്കെല്ലാം ഞാൻ പ്രാർത്ഥനയിൽ അവരുടെ കൂടെ ആയിരിക്കാൻ ശ്രമിക്കും. അങ്ങനെ അമ്മയെക്കുറിച്ച്, ഈശോയെക്കുറിച്ച് ക്ലിനിക്കിലായിരിക്കുമ്പോഴും എല്ലാം അവർക്ക് ഈശോയെ അമ്മയും പറ്റുന്ന പോലെ പറഞ്ഞു കൊടുക്കാനായിട്ട് ഞാൻ ശ്രമിക്കാറുണ്ട്. ഇതൊക്കെയാണ് എൻ്റെ സാക്ഷ്യം. ഇവിടെ നിന്ന് സാക്ഷ്യം പറയാൻ അവസരം തന്നതിന് എൻ്റെ പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു. ജീവിതത്തിൻ്റെ അവസാനം വരെ, മരണം വരെ
അമ്മയുടെ മകളായിട്ട് ഉടമ്പടിയിൽ ജീവിക്കാൻ എനിക്കും എൻ്റെ കുടുംബത്തിനും അമ്മ അവസരം തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം സമർപ്പിക്കുന്നു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 60-ാം അധ്യായം 20-ാം തിരുവചനം അരുളി ചെയ്യുന്നു, നിന്റെ സൂര്യൻ അസ്തമിക്കുകയില്ല, നിന്റെ ചന്ദ്രൻ മറയുകയുമില്ല. കർത്താവ് നിന്റെ നിത്യപ്രകാശമായിരിക്കും, നിന്റെ വിലാപദിനങ്ങൾ അവസാനിക്കും. രശ്മി മോൾ തോമസ്, എങ്ങനെയാണ് കർത്താവ് തനിക്ക് നിത്യപ്രകാശമായി മാറിയത്, തൻ്റെ വിലാപദിനങ്ങൾ എങ്ങനെ അവസാനിച്ചു എന്നുള്ളതെല്ലാം തൻ്റെ അനുഭവ സാക്ഷ്യത്തിലൂടെ ഇവിടെ പങ്കുവയ്ക്കുന്നു. ആ മകൾക്ക് അതികഠിനമായിട്ടുണ്ടായിരുന്ന 27 വർഷമായി ഉണ്ടായിരുന്ന നീണ്ട നടുവേദന. ആ മകൾ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? എല്ലാത്തരം ട്രീറ്റ്മെൻറ്റുകളും ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് ഉടമ്പടി എടുത്തതിന് ശേഷം താൻ ഉടമ്പടി ധ്യാനം കൂടുമ്പോൾ തൻ്റെ വീടാകെ വൃത്തിയാക്കി അതൊരു പള്ളി പോലെയാക്കുമായിരുന്നു ആ ചൊവ്വാഴ്ച ദിനങ്ങൾ. എന്നിട്ടാണ് ആ മകൾ ഉടമ്പടി ധ്യാനം കൂടിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് എന്തു പറ്റി? നടുവേദന കൂടുതലായി. അതാണ് ആ മകൾ പറയുക. നടുവേദന ഓരോ ദിവസവും 3 ചൊവ്വാഴ്ചകളിൽ ഇത് തന്നെ ആവർത്തിക്കുന്നു. ഒന്നിനൊന്ന് വേദന കൂടി 3-ാമത്തെ ചൊവ്വാഴ്ച ആ മകൾ കിടപ്പിലായി. അപ്പോൾ ഇതിൽ നിന്ന് ഈ മകളെ പിന്തിരിപ്പിക്കാൻ, അതായത് താൻ ചെയ്തുകൊണ്ടിരുന്ന ആ ഉടമ്പടി ധ്യാനം അത് എത്രയും ഫലവത്തായിട്ട് തനിക്ക് ആത്മീയമായ ഉണർവിന് വേണ്ടിയിട്ട് മാത്രമുള്ളതാണ് എന്നുള്ള ഒരു ബോധ്യത്തോടെ ഈ മകൾ ചെയ്യുമ്പോൾ അതിൽ നിന്ന് പിന്തിരിയാനായിട്ട് മറ്റേത് വേദന വന്നാലും ഈ മകൾ തയ്യാറായില്ല. പിന്നീട് അങ്ങോട്ട് നാം കാണുന്നത് 4 വർഷമായിട്ട് ഇന്ന് ഈ മകൾക്ക് ആ വേദനയില്ല എന്നുള്ളത് തന്നെയാണ്. അത് ഉടമ്പടി നേർച്ച വസ്തുക്കൾ മാത്രം ഉപയോഗിച്ച് ആ ഒരു തന്നെ അലട്ടിക്കൊണ്ടിരുന്ന 27 വർഷമായിട്ടുള്ള അതികഠിനമായ ആ വേദന ജോലി ചെയ്ത് വരുമ്പോഴും കിടന്ന് വിശ്രമിച്ചതിന് ശേഷം മാത്രം വീണ്ടും വേദനയോടെ വീട്ടുജോലി എടുത്തുകൊണ്ടിരുന്ന മകൾക്ക് 4 വർഷമായിട്ട് അതിൽ നിന്ന് രോഗസൗഖ്യം ലഭിക്കുന്നു. അതുപോലെ തന്നെ തങ്ങൾക്കൊരു വീട് ലഭിക്കുന്നു. വീടിന് വേണ്ടിയിട്ട് നിയോഗം വയ്ക്കുമ്പോൾ തങ്ങൾ പറഞ്ഞതുപോലെ തന്നെയുള്ള ഒരു ഭവനം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ലഭിക്കുവാൻ ഇടയാകുന്നു. വീണ്ടും 25 വർഷം മുമ്പ് ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തതാണ്, എന്നാൽ വണ്ടി ഓടിച്ചിട്ടില്ല പേടി മൂലം. അതും എങ്ങനെ തനിക്ക് സാധ്യമായി? ഇന്നിപ്പോൾ കോട്ടയത്ത് നിന്ന് ആലപ്പുഴ വരെ താൻ തന്നെയാണ് ഡ്രൈവ് ചെയ്ത് വരുന്നത്. അപ്പോൾ ഇതെല്ലാം ഈ മകൾ പറയുമ്പോൾ തനിക്ക് കിട്ടിയ പലതരത്തിലുള്ള രോഗസൗഖ്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. എല്ലാറ്റിനും ഒരേ ഒരു കാരണമേ ഉള്ളൂ, ഉടമ്പടി ജീവിതം. അതായത് ഉടമ്പടി നാം ജീവിക്കുമ്പോൾ നമ്മുടെ സൂര്യൻ അസ്തമിക്കുകയില്ല എന്നാണ് തിരുവചനം പറയുന്നത്. പിന്നീട് ചന്ദ്രൻ മറയുകയില്ല, കർത്താവായിരിക്കും നിത്യപ്രകാശം. ഉടമ്പടി ജീവിതം എന്ന് പറയുന്നത് ഉടമ്പടിയുടേത് ഒരു റോ ഫെയ്ത്ത് അല്ല, അതൊരു റിഫൈൻ ഫെയ്ത്ത് ആണെന്ന് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ ഉടമ്പടി ധ്യാനത്തിൽ നമ്മോട് പങ്കുവയ്ക്കുന്നുണ്ട്. ഈ ഒരു റിഫൈൻ ഫെയ്ത്താണ് ഇന്ന് ദൈവാനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന ഓരോ മക്കളെയും ഇവിടെ സാക്ഷികളാക്കുന്നത്. രശ്മി മോളുടെ ജീവിതത്തിലും അതുതന്നെയാണ് സംഭവിച്ചത്. നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.